ഈ രണ്ടുപേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ദിവ്യ, ശരി സേഫ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ കോടങ്ങാട് വൻ ഗതാഗത കുരുക്ക്. വാഹനങ്ങൾ മണിക്കൂറുകളോളം റോഡിൽ കുടുങ്ങി. വിമാനത്താവളത്തിലേക്കുള്ള യാത്രക്കാരും ദീർഘദൂര ബസ് യാത്രക്കാരും ഗതാഗത കുരുക്കിൽ വലഞ്ഞു. ജംഷീർ കൊടിഞ്ഞൂരങ്ങൾ നൽകും. ജംഷീർ, എന്താണ് ഇത്ര വലിയ ഗതാഗത കുരുക്കിന് കാരണം? ദിവ്യ, സമീപത്തെ ഒരു വിവാഹ ഓഡിറ്റോറിയം ഉണ്ട്. അവിടെ വിവാഹം നടക്കുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ വലിയ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നതാണ് പറയുന്നത്. ഇന്ന് പക്ഷേ അത് മണിക്കൂറുകളോളം, അതായത് 1 കിലോമീറ്റർ ഒക്കെ പിന്നിടാൻ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ അധികം സമയമെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയാണത്. നമുക്കറിയാവുന്ന പോലെ ഈ ദീർഘദൂര ബസ്സുകൾ, അതോടൊപ്പം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അടക്കം, അതോടൊപ്പം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രികളിലടക്കം അത്യാഹിത വിഭാഗങ്ങൾ ആളുകളുമായിട്ടൊക്കെ ആംബുലൻസുകൾ പോകേണ്ട ഒരു പ്രധാന റോഡാണ്. അതോടൊപ്പം തന്നെ വിമാനത്താവളത്തിലേക്ക്, കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് പോകേണ്ട ആളുകൾ പോകേണ്ട, വിദേശത്തേക്ക് പോകുന്നവർ ഉൾപ്പെടെ പോകേണ്ട ഒരു റോഡാണ്. ആ റോഡിലാണ് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ പ്രദേശത്ത് ഒരു കല്യാണം, വിവാഹം നടക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ്. ഇവിടെ നിരന്തരമായി, അതായത് ഈ ഓഡിറ്റോറിയത്തിൽ വിവാഹം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ഇങ്ങനെ ഉണ്ടാകാറുണ്ടായിട്ടും ദേശീയപാത അതോറിറ്റിയൊന്നും ഇതിൽ ഇടപെട്ടിട്ടില്ല ഇതുവരെ. അതായത് പോലീസിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അത്തരത്തിൽ ഗതാഗതം നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് മറ്റ് ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല എന്നതാണ് ആ പ്രദേശത്തെ നാട്ടുകാർ, അതോടൊപ്പം തന്നെ ഈ വാഹനങ്ങൾ ഓടിക്കുന്ന ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. നമ്മൾ പോലീസുമായൊക്കെ ബന്ധപ്പെടുമ്പോൾ അത് അവിടെ സംഭവിക്കുന്നുണ്ട്, അത് യാഥാർത്ഥ്യമാണ് എന്നുള്ളത് കൂടി അവർ പറയുന്നുണ്ട്. ഇത്തരം ഗതാഗത കുരുക്ക് അത് സംഭവിക്കുന്നതാണ്, ആളുകൾ വലയുന്നുണ്ട് എന്നുള്ള കാര്യം അവർ നമ്മോട് പറയുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഒരു കൃത്യമായ ഇടപെടൽ പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ ഇടപെടൽ വേണം. അവിടെ വാഹനങ്ങൾ കൃത്യമായി പാർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ ഈ ഗതാഗത കുരുക്ക്, ദേശീയപാതയാണ് ഒരു പ്രധാന റോഡാണ്, അവിടെയാണ് മണിക്കൂറുകളോളം വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയുള്ളത്. അത് അധികൃതർ നേരിട്ട് കണ്ട് അല്ലെങ്കിൽ അത് ഒരു സത്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ റോഡ് ഗതാഗതം സുഗമമാക്കാനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന്, അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടുകൊണ്ട് അതിൽ എത്രയും വേഗം നടത്തണം എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നത്. കാരണം അത്രയേറെ മണിക്കൂറുകളോളം കെട്ടിക്കിടക്കേണ്ട ഒരവസ്ഥയാണ്. ഇപ്പോൾ മറ്റു വഴികളിലൂടെയൊക്കെയാണ് ആംബുലൻസുകൾ ഉൾപ്പെടെയുള്ളവർക്ക് പിന്നീട് പോയത് എന്നാണ് നമുക്ക് ആ ഭാഗങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. അതോടൊപ്പം തന്നെ കരിപ്പൂരിലേക്ക് വിമാനത്താവളത്തിലേക്ക് പോകുന്നവർ ഉൾപ്പെടെയുള്ളവർ വിമാനത്തിന്റെ സമയം വൈകുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനേക്കാൾ ഉപരി ഒരു ദേശീയപാതയാണ് ഗതാഗത കുരുക്ക് അമരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ഓഡിറ്റോറിയവുമായി ബന്ധപ്പെട്ടുള്ളവരും അതോടൊപ്പം തന്നെ പോലീസും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇതിൽ ഇടപെട്ട് ഇത്തരത്തിലുള്ള ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ആവശ്യം. ഇതിൽ അടിയന്തരമായി അധികൃതർ ഇടപെട്ട ഒരു പരിഹാരം കാണണം എന്നാണ് യാത്രക്കാരും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ ആവശ്യം ഉന്നയിക്കുന്നത്. വിശദാംശങ്ങളാണ് ജംഷീർ കൊടിഞ്ഞി നൽകിയത്.